സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. സൈക്കോളജിയുടെ ഒരു പുതിയ ഭാഗം. ഓക്കെ, മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ തന്നെ കുറേ മനഃശാസ്ത്രങ്ങളുണ്ട്, അതായത് ശാഖകളുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട്, ക്ലിനിക്കൽ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓക്കെ, സോ ഇന്ന് പ്രധാനമായിട്ടും ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആദ്യം മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ. അതായത് കുറേ നിർവചനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് PSCക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള 2-3 ആൾക്കാരുടെ നിർവചനങ്ങളൊന്ന് പരിചയപ്പെടാം. അതുപോലെ മനഃശാസ്ത്രത്തിന്റെ തരംതിരിക്കൽ ഞാൻ പറഞ്ഞു, 2 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ള കുറച്ച് ചിന്താധാരകൾ, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം മുതലായവ. ഓക്കെ, അത് നമുക്ക് ഘടനാവാദം മുതൽ നോക്കി തുടങ്ങാം. ആദ്യം നിർവചനം. സൈക്കോളജിയുടെ നിർവചനം സ്കിന്നർ പറഞ്ഞിട്ടുള്ളതാണ്. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്? സൈക്കോളജി. ഓക്കെ, അനുഭവങ്ങളും വ്യവഹാരം പറഞ്ഞത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അതായത് ബിഹേവിയറുകൾ, സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് BF സ്കിന്നർ പറയുന്നത്. ഓക്കെ, അതുപോലെ മർഫിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്, പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം. ഒന്നുമില്ല, നമ്മൾ വസിക്കുന്ന ചുറ്റുപാടും നമ്മളും അതിനെ കുറിച്ചിട്ടുള്ള ബന്ധം പറയുന്ന ഒരു ശാസ്ത്രശാഖയാണെന്നാണ് നമ്മുടെ മർഫി പറയുന്നത്. അടുത്തത് റോബർട്ട് എ ബാരൻ പറഞ്ഞിട്ടുള്ളതാണ് മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനമാണെന്ന്. അതായത് അദ്ദേഹം നമ്മുടെ മനസ്സ് ഏറ്റവും കൂടി കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ മൈൻഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും അതുവഴി പുറത്തു വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, വ്യവഹാരം, സ്വഭാവങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് എ ബാരൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് CF വാലന്റൈൻ പറഞ്ഞത് മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. അതായത് ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയ ഘട്ടങ്ങളിലൂടെ, ഒരു നിശ്ചിത ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ആണെന്നാണ് വാലന്റൈൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും സൈക്കോളജിയെ 2ആയിട്ട് തിരിക്കാം. ഓക്കെ, മനഃശാസ്ത്രത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി വ്യവഹാരങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. അതായത് ഇതുവരെ കുറേ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പ്രഗത്ഭരും പ്രശസ്തരും പറഞ്ഞിട്ടുള്ളതിനെ ക്രോഡീകരിച്ചിട്ട് മനഃശാസ്ത്രത്തിന് കൊടുത്തിട്ടുള്ളൊരു നിർവചനമാണെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ 2ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി, രണ്ടാമത്തേതാണ് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം. ഓക്കെ, ഇനി കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ വരുന്നതാണ് ജനറൽ സൈക്കോളജി അല്ലെങ്കിൽ സാമാന്യ സൈക്കോളജി, പൊതുവായിട്ടുള്ള മനഃശാസ്ത്രത്തിലെ തത്വങ്ങളും കാര്യങ്ങളും. പിന്നെ വരുന്നതാണ് അബ്നോർമൽ സൈക്കോളജി, അതായത് അബ്നോർമൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന, ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് പഠിക്കാനുള്ള പ്രത്യേക ശാഖ, അതാണ് അബ്നോർമൽ സൈക്കോളജി. പിന്നെ വരുന്നതാണ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ സാമൂഹികം, അതായത് നമ്മുടെ സമൂഹ ബന്ധങ്ങളെയും സമൂഹ പരിസ്ഥിതികളെയൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, ഒരു ശാഖ. ഓക്കെ, അടുത്തതാണ് പാരമ്പര്യ മനഃശാസ്ത്രം, അതായത് ജനറ്റിക് സൈക്കോളജി, നമ്മുടെ ജീവിത ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുള്ള സൈക്കോളജി, അതാണ് ജനറ്റിക് സൈക്കോളജി. പിന്നെ വരുന്നതാണ് ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി ഒക്കെ നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ ചൈൽഡായിട്ട് പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ, നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. പിന്നെ വരുന്നതാണ് നാഡി മനഃശാസ്ത്രം അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഏതില് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്. അടുത്ത വരുന്നതാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. ഓക്കെ, അടുത്തത് വരുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത്. VVIP, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ചികിത്സാ മനഃശാസ്ത്രം, അതായത് ക്ലിനിക്കൽ സൈക്കോളജി, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ വരുന്നതാണ് വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. ഓക്കെ, അപ്പൊ ഇതിൽ VIP ആയിട്ട് ഇങ്ങനെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ആരെ? എഡ്യൂക്കേഷണൽ സൈക്കോളജിന്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മനഃശാസ്ത്രത്തിന്റെ, സൈക്കോളജിയുടെ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ കുറച്ച് നിർവചനങ്ങളുണ്ട്, പീല് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, EAPയിൽ പഠനത്തിന്റെ സ്വഭാവം, വ്യക്തിത്വ വികസനം, വളർച്ച,
വ്യക്തി വ്യത്യാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞത്? പീൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പഠനത്തിന്റെ സ്വഭാവം, ഒരാൾ പഠിക്കുന്നതിന്റെ സ്വഭാവം എങ്ങനെയാണ്, വ്യക്തി വികസനം, പേഴ്സണൽ ഡെവലപ്മെന്റ്, അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് വേറെ വരുന്നുണ്ട്. പിന്നെ വ്യക്തി വ്യത്യാസം, അതായത് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, ഓരോ സ്വഭാവക്കാരാണ്. അതുപോലെ സാമൂഹിക ബന്ധങ്ങൾ, ഓരോരുത്തരുമായുള്ള ബന്ധം വിഭിന്നമാണ്. ഓക്കെ, ഓരോരുത്തരുടെ പെരുമാറ്റം വിഭിന്നമാണ്. ഇതൊക്കെ വെച്ചിട്ട് പറയുന്ന ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് നമ്മുടെ EAPയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്കിന്നർ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രം, സിംപ്ലി ടീച്ചിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, അടുത്തത് വരുന്നതാണ് എൽവുഡ് കബ്ബേളി. ഓക്കെ, കബ്ബേളി പറഞ്ഞത് സ്കൂളിനെ നയിക്കുന്ന ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓക്കെ, ഒരു സ്കൂളിനെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. പിന്നെ കൊളൻസിക്ക് പറഞ്ഞിട്ടുള്ളതാണ് പഠന സാഹചര്യങ്ങളിൽ മനഃശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും പ്രയോഗവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓക്കെ, അതായത് നമ്മുടെ കരിക്കുലവും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുമ്പോഴും ഒക്കെ സൈക്കോളജിയുടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അസുബലിനെ എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ്. എല്ലാ മനഃശാസ്ത്ര ശാഖയും കൂടി ചേർന്നിട്ടുള്ളതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഞാൻ ആദ്യം പറഞ്ഞു, ചൈൽഡ് സൈക്കോളജി നമുക്കറിയണം, അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി നമുക്കറിയണം, ഒക്കെ അറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ചോദിച്ചിട്ടുള്ള മെയിനായിട്ട് കുറേ ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ചിന്താധാരകൾ. ഓക്കെ, അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഘടനാവാദം, സ്ട്രക്ചറലിസം, ധർമ്മവാദം, ഫങ്ഷണലിസം, സമഗ്രതാവാദം, ഗസ്റ്റാൾട്ടിസം, വ്യവഹാരവാദം, ബിഹേവിയറലിസം, മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്, മാനവികതാവാദം, ഹ്യൂമാനിസം, ജ്ഞാനനിർമ്മിതിവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, സൈക്കോളജി എന്ന പദം ഗ്രീക്ക് ഭാഷയായിട്ടുള്ള 2 പദങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒന്ന് പറഞ്ഞു സൈക്ക് എന്ന ആത്മാവ് എന്ന അർത്ഥമുള്ളതും, അതുപോലെ ലോഗോസ്, ഓക്കെ, ശാസ്ത്രം എന്ന അർത്ഥം വരുന്നതുമായിട്ടുള്ള 2 വാക്കിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റത്തെ സ്ട്രക്ചറലിസം, ഓക്കെ, അല്ലെങ്കിൽ ഘടനാവാദം, ജർമ്മൻ ദാർശനിക മനഃശാസ്ത്രജ്ഞർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഘടനാവാദം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 1879 ജർമ്മനിയിലെ ലീപ്സിഗ് യൂണിവേഴ്സിറ്റി, ഓക്കെ, 1879 ജർമ്മനിയിലെ ലീപ്സിഗ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. ആര്? ഈ സ്ട്രക്ചറലിസംകാര്, ഓക്കെ, ഘടനാവാദക്കാര് കൊണ്ടുവന്നതാണ്. ഇതാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല. ഒരിക്കലും മറന്നുപോകരുത്, 1879 ജർമ്മനിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാലയാണ് ഏത്? ലീപ്സിഗ് യൂണിവേഴ്സിറ്റി. ഓക്കെ, VIP ആണ്, വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, മനഃശാസ്ത്രത്തിന്റെ പിതാവ്, പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വില്യം വൂണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഘടനാവാദം, ഓക്കെ, കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി. അത് ഇവിടെ നിന്ന് കോർത്തിണക്കി എഴുതി വെക്കുക കേട്ടോ. ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളതൊന്നും ഓർമ്മിച്ച് വെക്കുക. വില്യം വൂണ്ടിനെ മറന്നു പോകരുത്, ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളും മറന്നു പോകരുത്. ഓക്കെ, അടുത്തത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള വേറൊരു ടേമാണ് സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ എന്നുള്ള പദം. അതായത് പ്രത്യക്ഷണം, വികാരം എന്നിവയെല്ലാം ശാസ്ത്രീയമായി അപഗ്രഥനത്തിന് വിധേയമാക്കിയത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് സംവേദനം. സെൻസേഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഇദ്ദേഹം പറഞ്ഞതാണ്. പ്രത്യക്ഷണം, വികാരം, ഉദ്ദേശം എന്നിവയെല്ലാം ശാസ്ത്രീയമായി അപഗ്രഥനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയയാണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മനിഷ്ഠ രീതി ഇവരുടെ സംഭാവനയാണ്, സ്ട്രക്ചറലിസക്കാരുടെ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. നമ്മൾ മനഃശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങൾ പരിചയപ്പെട്ടു, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ നിർവചനങ്ങൾ പരിചയപ്പെട്ടു. അതുപോലെ അതിൽ പ്രധാനപ്പെട്ട ചിന്താധാരകളുണ്ട്. അതിൽ ഏതാണ് ഘടനാവാദം, സ്ട്രക്ചറലിസം, വില്യം വൂണ്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ട്രക്ചറലിസവും പരിചയപ്പെട്ടു. ഓക്കെ, താങ്ക് യു.